നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ്സസ് ആൻഡ് മീഡിയൻ എന്നുള്ള ടോപ്പിക്കാണ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ പാർട്ട് 2 ആണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എന്തായാലും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ക്ലാസ് ആയിട്ടായിരിക്കും ഫ്രീക്വൻസി ടേബിൾ തരാം. 400 മുതൽ 500 വരെ ഇവിടെ ഡെയിലി വേജാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 400ൻ്റെ 500ൻ്റെ ഇടയ്ക്ക് ഡെയിലി വേജ് വാങ്ങിക്കുന്ന 6 വർക്കേഴ്സ് ഉണ്ട് ഒരു ഫാക്ടറിയിൽ. 500ൻ്റെ 600ൻ്റെ ഇടയിൽ വാങ്ങിക്കുന്ന 7 വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മീഡിയൻ ഡെയിലി വേജ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലൊരു ഫ്രീക്വൻസി ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ഷീറ്റിലോട്ട് ഇതേപോലൊരു ടേബിൾ വരയ്ക്കുക, 2 കോളാക്കുക, ഹെഡിങ് അതേപോലെ തന്നെ കൊടുക്കുക. എന്നിട്ട് ക്ലാസ്സിന് പകരം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് നമ്പേഴ്സ് ക്യാൻസൽ ചെയ്യുക. ഫസ്റ്റ് നമ്പേഴ്സ് ക്യാൻസൽ ചെയ്താൽ 500, 600, 500 എങ്ങനെ വരുമല്ലോ. അപ്പോൾ അത് ബിലോ എഴുതിയിട്ട് നേരത്തെ നമ്മൾ ഫ്രീക്വൻസി ടേബിൾ തന്നപ്പോൾ നമ്മൾ അപ് ടു എന്നായിരുന്നു എഴുതിയത്. ഇവിടെ ബിലോ സെക്കൻഡ് നമ്പേഴ്സ്, ക്ലാസ്സിലെ സെക്കൻഡ് നമ്പേഴ്സ് ബിലോ 500, ബിലോ 600, ബിലോ 700, ബിലോ 800, ബിലോ 900, ബിലോ 1000. ഇതാണ് ഫസ്റ്റ് കോളം. സെക്കൻഡ് കോളത്തിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്താൽ. അപ്പോൾ 41 വർക്കേഴ്സാണുള്ളത്. അവരുടെ മീഡിയൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ മിഡിൽ നമ്പർ ഏതാ വരിക, എത്രാമത്തെ നമ്മുടെ മിഡിൽ പൊസിഷൻ വരിക എവിടെയാണ്, 41. ഓഡ് നമ്പറാണ്. 1 കൂട്ടുക 42, അതിൻ്റെ പകുതി. 1 കൂട്ടി പകുതിയാക്കിയാൽ, ഓഡ് നമ്പർ ആയതുകൊണ്ട് 1 കൂട്ടി പകുതിയാക്കിയാൽ 42/2 21. 21st പൊസിഷനാണ് മിഡിൽ വരിക. അപ്പോൾ 21st പൊസിഷനിലുള്ള വർക്കറുടെ ഡെയിലി വേജ് ആയിരിക്കും മീഡിയൻ ഡെയിലി വേജ് എന്ന് പറയുന്നത്. 21ാമത്തെ ആളത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ 13ാമത്തെ ആൾ മുതൽ 23ാമത്തെ ആൾ വരെ ഇതിൻ്റെ ഇടക്കാണ്. അപ്പോൾ മീഡിയൻ ക്ലാസ് ചോദിക്കും. മീഡിയൻ ക്ലാസ് ചോദിച്ചാൽ 21 എന്ന് പറയുന്നതാണല്ലോ മിഡിൽ പൊസിഷൻ. അപ്പോൾ 21 വരുന്നത് 13ൻ്റെ 23ൻ്റെ ഇടക്കാണ്. അപ്പോൾ ഇത് ബോക്സിലാക്കുക. അപ്പോൾ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് 600ൻ്റെ 700ൻ്റെ ഇടക്കാണ്. 600ൻ്റെ 700ൻ്റെ ഇടക്കുള്ള ഏതോ ഒരു വേജാണ് ഈ മീഡിയൻ എന്ന് പറയുന്നത്. മീഡിയൻ വേജ് എന്ന് പറയുന്നത് 21ാമത്തെ ആളുടെ വേജ് ആണല്ലോ. 21ാമത്തെ ആളുടെ ഏജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 600ൻ്റെ 700ൻ്റെ ഇടക്കാണ്. അപ്പോൾ ഇവിടെ 10 പേരുണ്ടല്ലോ. അപ്പോൾ 600ൻ്റെ 700ൻ്റെ ഇടക്ക് 100ആണല്ലേ ഡിഫറൻസ്. അതിനെ 10 ഡിവൈഡ് ചെയ്താൽ 10 വരും. അപ്പം 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ 610, 620, 630, 640, 650, 660 ഇങ്ങനെ വരുമല്ലോ 700 വരെ. അപ്പോൾ 10 ആൾക്കാരാണുള്ളത്. അപ്പോൾ അതിൽ 600ൻ്റെ 610ൻ്റെ ഇടയിൽ വാങ്ങിക്കുന്ന ആളാണ് 14ാമത്തെ ആൾ അല്ലേ. 600ൻ്റെ 700ൻ്റെ ഇടയിൽ വാങ്ങിക്കുന്ന ആൾ 14ാമത്തെ ആൾ. ഇവിടെ 13 വരെ അല്ലേ. അപ്പോൾ 600ൻ്റെ 700ൻ്റെ ഇടയിൽ വാങ്ങിക്കുന്ന 14ാമത്തെ ആൾ. പിന്നെ 610ൻ്റെ 620ൻ്റെ ഇടയ്ക്ക് 15ാമത്തെ ആൾ, 620ൻ്റെ 630ൻ്റെ ഇടക്കാണ് 16ാമത്തെ ആൾ. അങ്ങനെ പോകുമ്പം 21ാമത്തെ ആൾ വരുന്നത് 670ൻ്റെ 680ൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇടയിലായതുകൊണ്ട് തന്നെ 670 680 അതിൻ്റെ ഇടയിലായതുകൊണ്ട് തന്നെ 675 നമ്മൾ എടുക്കുകയാണ്. 675. അപ്പോൾ ഇത് ഇങ്ങനെ കുറേ നമ്പർ വരുമ്പോൾ ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ പിക്ചർ വരച്ചിട്ട് ചെയ്യൽ പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് സ്റ്റെപ്പ് ഓർത്ത് വെച്ചാൽ മതി. അപ്പം ആദ്യം മിഡിൽ പൊസിഷൻ കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മിഡിൽ പൊസിഷൻ ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഓഡ് നമ്പർ ആണെങ്കിൽ 1 കൂട്ടി പകുതിയാക്കുക, ഈവൺ നമ്പർ ആണെങ്കിൽ നേരെ പകുതിയാക്കി തൊട്ടടുത്ത നമ്പറും കൂടെ എടുക്കുക. ഓഡ് നമ്പർ ആയതുകൊണ്ട് മിഡിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. അതാണ് 21st പൊസിഷൻ എന്ന് പറയുന്നത്. 21st വരുന്നത് 13ൻ്റെ 23ൻ്റെ ഇടക്കാണ് മിഡിൽ ടേം വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ബോക്സിലാക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മുടെ കാൽക്കുലേഷന്. മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് 600ൻ്റെ 700ൻ്റെ ഇടക്കാണ്. അപ്പോൾ 600/700 എന്ന് എഴുതിയാൽ മതി മീഡിയൻ ക്ലാസ് ചോദിച്ചാൽ. ഇനി മീഡിയൻ ഡെയിലി വേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്ന ബോക്സിലാക്കിയിട്ടുള്ളതിൽ ഫസ്റ്റ് പൊസിഷൻ 13 അല്ലേ, 23 സെക്കൻഡ് അല്ലേ വരുന്നത്. അപ്പോൾ ബോക്സിലാക്കിയ ഫസ്റ്റ് പൊസിഷൻ എക്സ് 13th പൊസിഷനുള്ള ടേം, 13th ടേം എന്ന് പറയുന്നത് 600 ആയിട്ട് എടുക്കുക. 600 ആയിട്ട് എടുക്കുക. ഇനി തൊട്ടടുത്ത ടേം, അതാണ് ഇമ്പോർട്ടൻ്റ്. തൊട്ടടുത്ത ടേം ഫസ്റ്റ് വരുന്ന നമ്പർ എടുത്തു. തൊട്ടടുത്ത ടേം എന്ന് പറയുന്നത് x14 ആണ്. x14 കിട്ടാൻ നമ്മൾ മുകളിൽ എഴുതിയ ഈ x13ൻ്റെ കൂടെ d/2 കൂട്ടിയാൽ മതി. ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ടേംസ് ഡെയിലി വേജ് അല്ലേ ഇവിടുത്തെ ടേംസ്. അപ്പോൾ 600 മുതൽ 700 വരെ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ വലുതെന്ന് ചെറുത് കുറയ്ക്കുക. 700 - 600 ബൈ പൊസിഷൻ ഇവിടെ അല്ലേ വരുന്നത്,
23ാമത്തെ പൊസിഷനും 13ാമത്തെ പൊസിഷനും അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 23 മൈനസ് 13. 23 മൈനസ് 13 അപ്പോൾ എത്ര വരും? മുകളിൽ 100 വരും. 700 100 600 കുറച്ചാൽ 100 വരും. താഴെ 23 13 കുറച്ചാൽ 10 വരും. 100/10. 100/10 എത്രയാണ്? 100/10 10. 100 എത്ര 10 ഉണ്ട്? 10. അപ്പോൾ നമുക്ക് ഡി കിട്ടി 10 ആണ്. ഡി 10 എന്ന് കിട്ടി. അപ്പോൾ ഡി 10 ആണെങ്കിൽ X13 600 ആണല്ലോ. അപ്പോൾ 600ൻ്റെ കൂടെ ഡി 10. അപ്പോൾ D/2 എന്ന് പറയുമ്പോൾ 10/2. 10/2 5 അല്ലേ? അപ്പോൾ 600 + 5 605 കിട്ടി. X14 നമുക്ക് വേണ്ടത് X21 ആണല്ലേ. 21st ടേമാണ് നമുക്ക് വേണ്ടത്. X21 ആണ് നമുക്ക് വേണ്ടത്. X21 കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? ഒരു ടേം കിട്ടി. X14 കിട്ടി. അതിൻ്റെ കൂടെ എത്ര ഡി കൂട്ടണം? 7 ഡി കൂട്ടണം. 7 ഡി കൂട്ടണം. അപ്പോൾ 7 ഡി കാരണം എന്താണ്? 14ാമത്തെ ടേമിൽ 21ാമത്തെ ടേമിലെത്താൻ എത്ര ഡി കൂട്ടണം? 7 ഡി കൂട്ടണം. 21 14 കുറച്ചാൽ മതി. അപ്പോൾ 7 ഡി കൂട്ടിയാൽ 7 ഡി എന്ന് പറയുമ്പം ഡി 10 ആയിരുന്നു അല്ലേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് വെച്ചിട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മൾ ഫസ്റ്റ് എഴുതുന്നത് ഫസ്റ്റ് X13 എടുത്തു. നമ്മൾ ബോക്സിലാക്കിയതിൽ ഫസ്റ്റ് ടേം. അടുത്ത X14 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ X13 കൂടെ D/2 ആണ് കൂട്ടുന്നത്. അതവിടെ ശ്രദ്ധിക്കണേ. പിന്നൊക്കെ ഡി തന്നെയാണ്. ഇവിടെ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ D/2 ആണ് കൂട്ടുന്നത്. അപ്പോൾ ഇവിടെ 7 ഡി ആണ് കൂട്ടേണ്ടത്. ഡി എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 7 × 10 70 വരും. X14 എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 605. 605ഉം 7 × D 7 × 10 എന്ന് വെച്ചാൽ 70. അപ്പോൾ 605 + 70 എന്ന് വന്നു. 605 70 എത്രയാണ്? 675. മീഡിയൻ ഡെയിലി വേജ് = 625. ഇങ്ങനെ എടുത്ത് എഴുതിയാൽ 5 മാർക്കിനുള്ള ക്വസ്റ്റ്യന് ആൻസറായി. ഓക്കെ. അടുത്തത് ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. കുറേ തവണ ചെയ്യുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളും. ഇതേപോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വരാം. ഇതേ രീതിയിൽ തന്നെ ഞാൻ ചോദിക്കാം. അപ്പോൾ ഇവിടെ ഏജാണ് കൊടുത്തിട്ടുള്ളത് വർക്കേഴ്സിൻ്റെ. 20 മുതൽ 30 വരെ, 30 മുതൽ 35 വരെ, 35 മുതൽ 40 വരെയുള്ള ഇത്രയും വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ വന്നിട്ടുള്ളത് 46 ആണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് നമ്പർ ക്യാൻസൽ ചെയ്തിട്ട് സെക്കൻഡ് നമ്പറിനെ ബിലോ എന്ന് പറഞ്ഞിട്ട് ഏതാണ്? ബിലോ 30, ബിലോ 35, ബിലോ 40, ബിലോ 45 എന്ന ഇതാണ്. സെക്കൻഡ് കോളത്തിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാണ്? ഫസ്റ്റ് 4 പിന്നെ ആഡ് ചെയ്തിട്ട് 4ൻ്റെ കൂടെ 7 ആഡ് ചെയ്ത് 11, 11ൻ്റെ കൂടെ 8 ആഡ് ചെയ്തു 19, 19ൻ്റെ കൂടെ 10 ആയത് 29, 9 ആഡ് ചെയ്തു 38, 46 അങ്ങനെ വന്നു. അപ്പോൾ 46 മെമ്പേഴ്സ് ആകുമ്പോൾ 46 വർക്കേഴ്സ് ആണെങ്കിൽ അവിടെ 46 ടേംസ് ഉണ്ടെങ്കിൽ അവിടെ മിഡിൽ 2 ടേംസ് വരും. കാരണം ഈവൺ നമ്പറാണ്. അപ്പം ഈവൺ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഈവൺ നമ്പേഴ്സ് ആകുമ്പോൾ മിഡിൽ വരിക 46ന് നേരെ പകുതി 23rd ടേം എന്ന് വെച്ചാൽ X23. തൊട്ടടുത്ത ടേമോ X24. ഈ 2 ടേമാണ് മിഡിൽ വരിക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ 23ാമത്തെ ആളുടെ 24ാമത്തെ ആളുടെ ഏജ് ആണല്ലോ ഇവിടെ. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതിയാക്കിയാൽ മീഡിയൻ ഏജ് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കിട്ടണമെങ്കിൽ X23ഉം X24ഉം കിട്ടണമെങ്കിൽ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതിയിട്ട് ഈ 23ാമത്തെയും 24ാമത്തെ ആൾ എവിടെയാണ് വരിക? 19ൻ്റെയും 29ൻ്റെയും ഇടയ്ക്കല്ലേ. അപ്പോൾ അത് ബോക്സിലാക്കുക. ആ 2 നമ്പേഴ്സ് ബോക്സിലാക്കുക. 19ൻ്റെയും 29ൻ്റെയും എടുക്കുക. അപ്പോൾ മീഡിയൻ ക്ലാസ് വരുന്നത് 40ൻ്റെയും 45ൻ്റെയും ഇടയ്ക്കാണ് മീഡിയൻ ഏജ് വരിക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പൊസിഷൻ X19 ആണ്. അപ്പോൾ X19 എഴുതാം. X19 = 40. തൊട്ടടുത്ത നമ്പർ നമ്മൾ അസ്യൂം ചെയ്തെടുക്കുകയാണ്. X19 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ X20 ആണല്ലോ. X20 = X19 + D/2. ഈ ഒരു സ്റ്റെപ്പ് ഓർത്ത് വെക്കുക. D/2. ഇനി ഡി കണ്ടുപിടിക്കണം. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏജ് ആണ് ടേംസ് വരുന്നത്. അത് തമ്മിലുള്ള ഡിഫറൻസ് 40ഉം 45ഉം തമ്മിലുള്ള ഡിഫറൻസ് 45 - 40 ബൈ പൊസിഷന് 29 - 19. 45-ന്ന് 40 കുറച്ചാൽ 5, 29-ന്ന് 19 കുറച്ചാൽ 10. 5/10 എന്ന് പറഞ്ഞാൽ ചെറുതാക്കി കഴിഞ്ഞാൽ 1/2 കിട്ടും. ഡി 1/2 ആണ്. അപ്പോൾ D/2 എത്രയാണ്? 1/2ൻ്റെ പകുതി. കോമൺ ഡിഫറൻസ് ഹാഫാണ്. അപ്പോൾ D/2 എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസിൻ്റെ ഹാഫ്. കോമൺ ഡിഫറൻസ് തന്നെ ഹാഫാണ്. അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 1/4 വരും. 1/4 വരും. ഓക്കെ. അപ്പോൾ X20 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? X19 അത് 40 ആണെന്ന് എടുത്തിട്ടുണ്ടല്ലോ. 40ൻ്റെ കൂടെ D/2 കൂട്ടിയാൽ മതി. ഡി ഹാഫാണ്. അപ്പോൾ D/2 എന്ന് പറയുമ്പോൾ 1/4 വരും. ഹാഫിൻ്റെ ഹാഫ് 1/4. ഹാഫിൻ്റെയും പകുതി വരെ 1/4 അല്ലേ. അപ്പോൾ 40 + 1/4 എന്ന് പറയുമ്പോൾ 41/4. 41/4 കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് മിഡിൽ ടേംസ് X23ഉം X24 ആണ്. 23ാമത്തെ 24ാമത്തെ ആളുടെ
ഏജാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് X20 കിട്ടിയിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. നമുക്കിനി X23യും X24ഉം കണ്ടുപിടിക്കണം. X23 മിഡിൽ വരുന്നത് ഒന്ന് X23 കിട്ടാൻ വേണ്ടിയിട്ട് ഈ X20ൻ്റെ കൂടെ എത്ര ഡി കൂട്ടണം? X20ൻ്റെ കൂടെ 3D കൂട്ടണം. X20 എത്രയാണ്? 40 1/4. അതിൻ്റെ കൂടെ 3D എന്ന് പറഞ്ഞാൽ ഡി ഹാഫ് ആയിരുന്നു അല്ലേ? അപ്പോൾ 3 ഹാഫ് എത്ര വരും? 3 ഹാഫ് എന്ന് പറയുന്നത് 1.5 വരൂലേ? 1.5 വരൂലേ? 3 ഹാഫ് വന്നാൽ 1.5 വരും. അല്ലെങ്കിൽ 3 × 1/2 3/2 എന്ന് പറഞ്ഞാൽ 3ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 1.5 തന്നെ. അപ്പം X20ക്ക് 140 1/4 എന്നുള്ള വാല്യൂ കൊടുത്തു. 3 × 1/2 ഡി 1/2 ആണല്ലോ, അതും കൊടുത്തു. ഇനി 40 1/4ൻ്റെ കൂടെ 3/2 കൂടെ കൂട്ടണം, അല്ലെങ്കിൽ 1.5 കൂടെ കൂട്ടണം. അപ്പോൾ 40ൻ്റെ കൂടെ 1.5 കൂട്ടാന്ന് പറയുമ്പോൾ 40യും 1ഉം കൂടെ കൂട്ടിയാൽ 41 ആയി. 1/4ഉം 1/2 കൂടെ കൂട്ടിയാൽ 3/4 3/4. 3/2 വേണമെങ്കിൽ 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3ൻ്റെ പകുതിയാവും. 1/2 1.5 1.5 വരും. 3/2 എന്ന് പറഞ്ഞാൽ 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3ൻ്റെ പകുതി 1.5. അപ്പോൾ 40 1.5 എത്രയാണെന്ന് ചോദിച്ചാൽ 40 1 41 ആയി. 1/4ഉം 1/2ഉം 3/4. അപ്പോൾ 41.75 23ാമത്തെ ആളുടെ ഏജ്. നമുക്കിനി എന്ത് വേണം? 24ാമത്തെ ആളുടെ ഏജ് വേണം. 23ാമത്തെ ആളുടെ ഏജിൻ്റെ കൂടെ ഒരു ഡി കൂട്ടിയാൽ 24ാമത്തെ ആളുടെ ഏജായി. അപ്പോൾ X24 എന്ന് പറയുന്നത് ഈക്വൽ ടു X23ൻ്റെ കൂടെ ഒരു ഡി കൂട്ടിയാൽ മതി. ഒരു ഡി കൂട്ടുമ്പോൾ X24 കിട്ടുമല്ലോ, 24ാമത്തെ ആളുടെ ഏജ് കിട്ടുമല്ലോ. അപ്പോൾ X23 41.75 അതിൻ്റെ കൂടെ ഒരു ഡി എന്ന് വെച്ചാൽ ഹാഫ്. ഒരു ഡി എന്ന് പറഞ്ഞാൽ ഹാഫ് അല്ലേ? X23ൻ്റെ കൂടെ ഒരു ഡി കൂട്ടിയാൽ മതി. X23 41.75 അല്ലേ? 41 അതിൻ്റെ കൂടെ ഒരു ഡിയും കൂടെ കൂട്ടിയാൽ, ഡി എന്ന് പറഞ്ഞാൽ ഹാഫാണ്. 41.75ൻ്റെ കൂടെ ഹാഫ് കൂട്ടാന്ന് പറയുമ്പോൾ 41.75ൻ്റെ കൂടെ ഒരു 1/4 കൂടെ കൂട്ടിയാൽ 42 ആയി. അപ്പോൾ 1/2 കൂട്ടണം. 1/4 കൂട്ടിയാൽ 42 ആയി. ഒരു 1/4 കൂടെ ഉണ്ടാവില്ലേ അരയിൽ? ടോട്ടൽ 1/2 അല്ലേ കൂട്ടേണ്ടത്? അപ്പോൾ 42ൻ്റെ കൂടെ ഒരു 1/4 കൂടെ കൂട്ടിയാൽ 42.25. ഇതാണ് 42.25 42 1/4. അപ്പം 23ാമത്തെ ആൾക്ക് 41.75 24ാമത്തെ ആൾക്ക് 42.25. അപ്പോൾ മീഡിയം കിട്ടാൻ വേണ്ടി മിഡിൽ 2 എണ്ണം വന്നിട്ടുണ്ട്. 23ാമത്തെ ആളുടെ ഏജും 24ാമത്തെ ആളുടെ ഏജും, അത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 41.75 വന്നിട്ടുണ്ട്, 42.25 വന്നിട്ടുണ്ട്. അപ്പോൾ മീഡിയം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടി പകുതിയാക്കണം. 41ഉം 42ഉം കൂട്ടിയാൽ 83. 3/4ഉം 1/4ഉം കൂട്ടിയാൽ 1. അപ്പോൾ 83ഉം 1ഉം 84. 84ൻ്റെ പകുതി 42. മീഡിയൻ ഏജ് അല്ല ഇവിടെ തന്നത്. മീഡിയൻ ഏജ് എന്ന് പറയുന്നത് 42 ആ ഫാക്ടറിയിലെ വർക്കേഴ്സിൻ്റെ മീഡിയൻ ഏജ് എന്ന് പറയുന്നത് 42 ആണ്. അത് നോക്കിക്കേ, ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്കുള്ള ഒരു നമ്പർ തന്നെയല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റാണ്. ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത നമ്പറൊക്കെ കിട്ടുകയാണെങ്കിൽ, ഫസ്റ്റ് കോളത്തിൽ തന്ന നമ്പേഴ്സായിട്ട് ഒരു ബന്ധമില്ലാത്ത നമ്പറൊക്കെ കിട്ടുകയാണെങ്കിൽ അത് എവിടെയോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ആവറേജ് ആണല്ലോ നമ്മൾ കാണുന്നത്. മീഡിയൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണല്ലോ. അടുത്തതൊരു ക്വസ്റ്റ്യന്, ഇതേപോലത്തെ ക്വസ്റ്റ്യൻ, ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഈ ഇലക്ട്രിസിറ്റി യൂസേജൊക്കെ അളവുകൾ മാത്രമേ ചിലപ്പോൾ മാറുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്പേഴ്സ് അങ്ങോട്ട് ക്യാൻസൽ ചെയ്യുക. ഇതേപോലെ ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ ക്ലാസ് ആണെങ്കിൽ ഫസ്റ്റ് നമ്പേഴ്സ് ക്യാൻസൽ ചെയ്യുക. സെക്കൻഡ് നമ്പേഴ്സാണ് എഴുതേണ്ടത്. ബിലോ 240, ബിലോ 260, ബിലോ 280, ബിലോ 300 ഇങ്ങനെ കൊടുക്കുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുമ്പോൾ 3 എഴുതുക. അടുത്ത നമ്പർ 3ൻ്റെ കൂടെ 9 കൂട്ടി, 3ൻ്റെ കൂടെ 6 കൂട്ടി 9 വരും. 9ൻ്റെ കൂടെ 7 കൂട്ടി 16 വരും. 16ൻ്റെ കൂടെ 10 കൂട്ടി 26 വരും. 26ൻ്റെ കൂടെ 9 കൂട്ടി 35 വരും. 35ൻ്റെ കൂടെ 4 കൂട്ടി 39 വീടല്ല ഇവിടെ 39 ഹൗസ് ഉണ്ട്, വീടുകളുണ്ട്. അവിടുത്തെ ഇലക്ട്രിസിറ്റി യൂസേജ് ബിലോ 240 വരുന്നത് 3 വീടുകളിൽ, ബിലോ 260 വരുന്നത് 9 വീടുകളിൽ. ഇങ്ങനെ അപ്പോൾ 39 വീടുണ്ടെങ്കിൽ അവിടെ മിഡിൽ വരെ എത്രാമത്തെ വീടാണ്? അതിൻ്റെ ഇലക്ട്രിസിറ്റി യൂസേജ് ആയിരിക്കുമല്ലോ മീഡിയൻ എന്ന് പറയുന്നത്. മീഡിയൻ ഇലക്ട്രിസിറ്റി യൂസേജ് എന്ന് പറയുന്നത്
മീഡിയൻ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് മിഡിൽ വരുന്ന വീടിൻ്റെ 39 വീടുണ്ടെങ്കിൽ മിഡിൽ വരെ എത്രാമത്തെ വീടായിരിക്കും? ഓഡ് നമ്പറാണ്. അപ്പോൾ 1 ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് 1 കൂട്ടി പകുതിയാക്കണം. 39 1 കൂട്ടിയാൽ 40. 40ൻ്റെ പകുതി 20. 20ാമത്തെ വീടായിരിക്കും. അപ്പോൾ 20ാമത്തെ വീട് എവിടെയാണ് വരിക? ഇവിടെ ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഹെഡിങ് കൊടുക്കുക, ഇലക്ട്രിസിറ്റി യൂസേജ് ഒന്ന് കൊടുക്കുക. ബിലോ 240 ബിലോ കൊടുക്കണേ. ബിലോ 240 ബിലോ 260 ടേബിൾ വരച്ചാലേ കിട്ടുള്ളൂ. ടേബിൾ വരയ്ക്കുന്നതിന് തന്നെ 2 മാർക്കുണ്ട്. അപ്പോൾ ടേബിൾ നിർബന്ധമായിട്ടും സ്കെയിലും പെൻസിലും യൂസ് ചെയ്ത് വരയ്ക്കണം. ബിലോ 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 എന്ന് കൊടുക്കണം. ബിലോ 300 ബിലോ 320 ഇങ്ങനെ കൊടുക്കട്ടോ. കംപ്ലീറ്റ് ആക്കുക. പിന്നെ ഇവിടെ ആഡ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്പർ അങ്ങനെ തന്നെ എഴുതാം. പിന്നെ ആഡ് ചെയ്താണ് എഴുതേണ്ടത്. 26 35 39 ഹെഡിങ് കൊടുക്കണ്ടേ. നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് കൊടുക്കുക. 3 9 16 26 ആഡ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയല്ലേ നമ്പേഴ്സ് വരിക. 36 39. ഇനി നമുക്ക് 20ാമത്തെ വീടിൻ്റെ ഇലക്ട്രിസിറ്റി യൂസേജ് അല്ലേ കിട്ടേണ്ടത്, അതല്ലേ മീഡിയൻ വരിക. അപ്പോൾ 20ാമത്തെ 39 ടോട്ടൽ നമ്പർ. അപ്പോൾ മിഡിൽ വരിക 39 കൂട്ടി 40ൻ്റെ പകുതി 20ാമത്തെ വീടിൻ്റെ ഇലക്ട്രിസിറ്റിയാണ് മീഡിയൻ വരിക. അപ്പോൾ 20ാമത്തെ വീടിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 20 എവിടെയാണ് വരിക? 9ാമത്തെ വീട് വരെ, 16ാമത്തെ വീട് വരെ, 26ാമത്തെ വീട് വരെ. അപ്പോൾ 16 മുതൽ 26 വരെ. അതിൻ്റെ ഇടക്കല്ലേ 20ാമത്തെ വീടുണ്ടാവുക. 16ൻ്റെ 26ൻ്റെ ഇടക്കല്ലേ. 16ൻ്റെ 26ൻ്റെ ഇടക്ക് ആണ് 20ാമത്തെ വീട് വരിക. അപ്പോൾ നമ്മൾ ഈ രണ്ടും ബോക്സിലാക്കി വെക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മുടെ കാൽക്കുലേഷൻ വരുന്നത്. അതിൽ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ x16 = 280 എന്ന് എടുക്കുക. മീഡിയൻ ക്ലാസ് ചോദിച്ചാൽ 280 to 300 ആണ് കേട്ടോ. 280 to 300. അപ്പോൾ x16 288 എടുക്കുക. x16 288 എടുക്കുക. x16 280. അടുത്തത് തൊട്ടടുത്ത നമ്പർ x16 കഴിഞ്ഞാൽ 17. x17 എന്ന് പറയുന്നത് x16ൻ്റെ കൂടെ d/2 കൂട്ടിയതാണ്. x16 280 ആണ്. അതിൻ്റെ കൂടെ d/2 കൂട്ടണം. അപ്പോൾ എന്ത് ചെയ്യണം? d കണ്ടുപിടിക്കണം. d ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഈ ടേംസാണ് ഉദ്ദേശിക്കുന്നത്, ബോക്സിലുള്ള ടേംസ്. ഇലക്ട്രിസിറ്റി യൂസേജ് ആണല്ലോ ടേംസ്. അപ്പോൾ ഇവിടെ ബോക്സിൽ വരുന്നത് 280 300. അത് തമ്മിലുള്ള ഡിഫറൻസ് 20. വലുതെന്ന് ചെറുത് വെച്ചാൽ 20. ഇത് തമ്മിലുള്ള ഡിഫറൻസോ 16 26 10. 20/10. 20/10 എത്രയാണ്? 0 ക്യാൻസൽ ചെയ്താൽ 2/1 എന്ന് വെച്ചാൽ 2 തന്നെ. 20/10 20 എത്ര 10 ഉണ്ടെന്ന് വെച്ചാൽ 2. അല്ലെങ്കിൽ 0 ക്യാൻസൽ ചെയ്താൽ 2/1 വരും. അപ്പോൾ 2 തന്നെ. അപ്പോൾ 2 ആണ് കോമൺ ഡിഫറൻസ് വരുന്നത്. x16 ആണെങ്കിലോ 280 ആണ് വരുന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു? x16 280 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. x17 എന്ന് പറയുന്നത് x16ൻ്റെ കൂടെ d/2 കൂട്ടിയതാണ്. x16 280 എന്നുണ്ട്. d/2 എന്ന് പറയുമ്പോൾ d നമുക്ക് കിട്ടി. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്തപ്പോൾ 2 ആണ്. അപ്പോൾ 2/2 d/2 അല്ല വേണ്ടത്. അപ്പോൾ d എഴുതി, /2 എന്ന് എഴുതപ്പോൾ 2/2 എന്ന് വന്നു. അത് 1 ആണ്. അപ്പോൾ 280 1 281 വരും. x17 കിട്ടി. നമുക്ക് വേണ്ടത് ഏതായിരുന്നു? മിഡിൽ വരുന്നത് 20ാമത്തെ ടേമാണ്. അപ്പോൾ 20 x20 ആണ് നമുക്ക് വേണ്ടത്. 20ാമത്തെ മിഡിൽ വരുന്ന ടേമാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ 20ാമത്തെ വീടിൻ്റെതാണ് നമുക്ക് വേണ്ടത്. 20ാമത്തെ വീടിൻ്റെ ഇലക്ട്രിസിറ്റി 20ാമത്തെ ടേം എന്ന് പറയുന്നത് ഇവിടെ x17 കിട്ടിയല്ലോ. അതിൻ്റെ കൂടെ എത്ര d കൂട്ടിയാൽ മതി? 20 നിന്ന് 17 കുറയ്ക്കാം. 17ാമത്തെ ടേമിൻ്റെ കൂടെ 3 d കൂട്ടിയാൽ മതി. 20 നിന്ന് 17 കുറച്ചാൽ 3 d കൂട്ടിയാൽ 17ാമത്തെ ടേമിൻ്റെ കൂടെ 3 d കൂടെ കൂട്ടിയാൽ 20ാമത്തെ ടേം എത്തും. d എന്ന് പറഞ്ഞാൽ 2 അല്ലായിരുന്നു. അപ്പോൾ 3 × 2 6 വരും. x17 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 281 മുകളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 281ൻ്റെ കൂടെ 3 × d 3 × 2 ആണ് കോമൺ ഡിഫറൻസ് നമ്മൾ കിട്ടിയത്. 3 2 6. ഇവിടെ മാത്രമാണ് കേട്ടോ നമ്മൾ d/2 ചേർക്കുന്നത്. ഫസ്റ്റ് പൊസിഷൻ ബോക്സിലാക്കിയ ഫസ്റ്റ് പൊസിഷൻ എടുത്തിട്ട് അസ്യൂം ചെയ്യുന്ന നമ്പർ അവിടെ മാത്രമാണ് d/2 എടുക്കുന്നത്. ക്ലാസ്സിൻ്റെ ഇടയിലായതുകൊണ്ടാണ്. 281 6 കൂട്ടിക്കഴിഞ്ഞാൽ 287. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു നമ്പർ അല്ലേ വരുന്നത്? ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്കുള്ള ഒരു നമ്പർ അല്ലേ ഈ 287 എന്ന് പറയുന്നത്. അതുകൊണ്ട്
നമ്മുടെ കറക്റ്റ് ആൻസറാണ്. മീഡിയൻ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ഈക്വൽ ടു 287 യൂണിറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ ആൻസറായി. ഇതിനാണ് 5 മാർക്ക്. ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുക. മാത്സിൻ്റെ ഗ്രൂപ്പിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഇട്ട് തരാം. അത് തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കുക. ചെറിയ നമ്പറിൻ്റെ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, താങ്ക് യു ഓൾ. ബൈ.